എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിംഗ് സെന്റർ. കൂടുതൽ കരുത്തോടെ തിരൂരിൽ നഗരഭരണം നിലനിർത്തി UDF. ആകെയുള്ള 40-ൽ 31 സീറ്റ് നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. 16 സീറ്റുണ്ടായിരുന്ന LDF 8-ൽ ഒതുങ്ങി. BJP 1 സീറ്റ് നിലനിർത്തി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കീഴത്തിൽ ഇബ്രാഹിം ഹാജിയെ ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 17-ാം വാർഡിൽ നിന്നും 200-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇബ്രാഹിം ഹാജി വിജയിച്ചത്. തിരൂർ നഗരഭരണം UDF നിലനിർത്തിയത് കൂടുതൽ കരുത്തോടെ. കഴിഞ്ഞ തവണ 21 സീറ്റുണ്ടായിരുന്ന UDF ഇത്തവണ നേടിയത് 31 സീറ്റുകളാണ്. 16 സീറ്റുണ്ടായിരുന്ന LDF 8 സീറ്റിൽ ഒതുങ്ങുന്ന ദയനീയ കാഴ്ചയാണ് തിരൂരിൽ കാണാനായത്. തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കീഴത്തിൽ ഇബ്രാഹിം ഹാജി ഉയർത്തിക്കാട്ടിയാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രചരണത്തിന്റെ ആരംഭം മുതൽ തന്നെ 30-ലധികം സീറ്റുകൾ നേടുമെന്നായിരുന്നു ഇബ്രാഹിം ഹാജിയുടെ വിലയിരുത്തൽ. എന്നാൽ അത് കൃത്യമായി എന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത്. നിയമസഭയിലേക്ക് മത്സരിച്ച പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനായ ഗഫൂർ പിള്ളി ലീസിനെയാണ് LDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത്. ശക്തമായ മത്സരം പല വാർഡുകളിലും LDF കാഴ്ചവെച്ചുവെങ്കിലും ഈ വാർഡുകളെല്ലാം ഇടതിനെ കൈവിടുകയായിരുന്നു. 34-ാം വാർഡിൽ നിന്നും ഗഫൂർ പിള്ളി വിജയിച്ചു. BJP നേതാവ് നിർമ്മല കുട്ടിക്കൃഷ്ണൻ സീറ്റ് നിലനിർത്തി. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ തിരൂർ നഗരത്തിൽ പ്രകടനവും നടത്തി.